പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ അള്ളാച്ചി എന്ന കൊമ്പൻ വീണ്ടും എത്തി. കാട്ടാനയുടെ ദൃശ്യങ്ങൾ ഇതാ പ്രേക്ഷകർ കണ്ടോളൂ. അവിടെയെങ്ങും പിന്നെ ജനങ്ങളില്ല, അവിടെ കംപ്ലീറ്റ് പണി കൊടുക്കാൻ തോന്നുന്നു. നല്ല സൂപ്പർ കൊമ്പനാണ് കേട്ടോ. അവൻ്റെ നടപ്പ് കണ്ടു. ഞാൻ ഭക്ഷണം കഴിക്കുന്ന വീട്ടിലാന്ന് തോന്നുന്നു താമസം. നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഈ കൊമ്പൻ ആരെ അന്വേഷിച്ച് പോകുന്ന പോലെ ഉണ്ട്. ഇതാരും മിക്കവാറും നമ്മുടെ റിപ്പോർട്ടറായിരിക്കും, പടമെടുക്കാൻ പോകുമായിരിക്കും. ചേട്ടാ നാളെ വേണേ പടമെടുക്കാൻ. ശ്രീകുമാരൻ, ശ്രീജിത്താണോ ശരിക്കും ആനയുടെ പിന്നിൽ കണ്ടത്? ഒരു തല കണ്ടു. എസ്കേൻ ആനയെ കണ്ട് ഓടി മാറിയതാണ്. ആന നമ്മൾ നിൽക്കുന്ന മേഖലയിലേക്ക് ഇന്ന് രാവിലെ മുതൽ അത് ജനവാസ മേഖലയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയും അത് ജനവാസ മേഖലയിൽ തുടർന്നു. പുലർച്ചെ തൊട്ടടുത്ത് ഒരു വീട്ടിൽ, ഈ പ്രദേശത്ത് തന്നെ, നമ്മൾ ആ പ്രദേശത്താണ് നിൽക്കുന്ന ഒരു വീട്ടിലെത്തി ഈ കാട്ടാന നിറയെ വാഴയും അതുപോലെ തന്നെ മറ്റ് കൃഷിയും ഒക്കെ നശിപ്പിച്ചിരുന്നു. ഈ അള്ളാച്ചി കൊമ്പൻ എന്ന കാട്ടാനയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരു ദൗത്യം നമുക്കൊക്കെ എസ്കേനൊക്കെ ഓർമ്മയുണ്ടാവും. നമ്മൾ മോർണിംഗ് ഷോയിലടക്കം അത് ഏറെ നേരം നൽകിയതുമാണെന്ന്. ഏതാണ്ട് 1.5 മാസം അല്ലേ, 1.5 മാസം മുൻപ് ഇവിടുന്ന് കാട് കയറ്റി വിട്ട തമിഴ്നാട്ടിൽ നിന്ന് വന്ന അള്ളാച്ചി കൊമ്പൻ തന്നെയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്നും അങ്ങനെ തന്നെയാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഈ ആനയ്ക്ക് അന്ന് വന്ന അതേ വഴികളിലൂടെ തന്നെയാണ് ആന വന്നിരിക്കുന്നത്. അവിടെ തന്നെ തുടരുകയാണ്. നാട്ടുകാർ വലിയ ഭയപ്പാടിലാണ്. ഈ വൈശാഖ് എന്ന ഈ അശ്വിൻ എന്ന ഈ ചെറുപ്പക്കാരന്റെ വീട്ടിലാണ് എത്തിയത്. രാവിലെ കണ്ടിരുന്നോ? രാവിലെ ഏർലി മോർണിംഗ് 5 മണിക്ക് സെയിം ആന തന്നെയാണ് വീട്ടിൽ വന്നു. വാഴകൾ, തെങ്ങുകൾ മാക്സിമം എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ ആൾ പോകണം പറഞ്ഞു കഴിഞ്ഞാലും മാക്സിമം കുറച്ച് നല്ല ഫോഴ്സുകളൊക്കെ വന്നിട്ട് ചെയ്ത്. എന്താ ഈ ഫോറസ്റ്റുകാരെ വിളിച്ചിട്ട് അവർ വരുന്നില്ലെന്നുണ്ടോ? അതെ, ഫോറസ്റ്റുകാർ വിളിച്ചിട്ടും അവർക്കുള്ള പ്രൊസീജിയർ ഒന്നും നടക്കണില്ല. അവർ പറയണത് ആന അതിൻ്റെ പടക്കം വാങ്ങാനും കൂടി ഫണ്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഗവൺമെൻറ് ഇത് പ്രൊവൈഡ് ചെയ്യണം. ഇതിപ്പോൾ ചുള്ളിമട സ്കൂളല്ലേ ഈ നിൽക്കുന്നത്? അതെ, ചുള്ളിമട സ്കൂൾ തന്നെയാണ്. ഒരു സേഫ്റ്റിയും ഇല്ല കുട്ടികൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും. മാക്സിമം നമ്മൾ തന്നെയാണ് ഇപ്പോൾ ആനെ ഇതാക്കിയത്, മുടുക്കി വിട്ടത് തന്നെയാണ്. അതിനാൾ വ്യക്തമായ ആൾക്കാർ നമ്മൾ തന്നെയല്ലേ, നമ്മൾ തന്നെയാണ് അത് ആനെ നമ്മൾ കാട്ടിൽ നിന്ന് വെളിയിലേക്ക്. കാടെന്ന് പറഞ്ഞാൽ ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ കുറ്റിക്കാട്, സ്വകാര്യ വ്യക്തിയുടെ കാട് തന്നെയാണ്. പക്ഷേ ഇത് ജനവാസ മേഖലയിൽ വന്നിപ്പോൾ ഒരു മാസത്തോളമായി. നമ്മളുടെ ഒരു 80-85 തെങ്ങോളം പോയി. പിന്നെ നമ്മളുടെ കസിൻ്റെ ആണെന്ന് പുലർച്ചെ വന്ന് വാഴയും തെങ്ങുമെല്ലാം നശിപ്പിക്കുകയായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങളിവിടെ വന്ന് ഫോറസ്റ്റുകാരനെ വിളിച്ചിരുന്നു. അവർ പറഞ്ഞു 4 മണി കഴിയാതെ ഒരു കാരണവശാലും ആന വെളിയിലേക്ക് പോവില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇവിടെ ജനങ്ങളിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ചേച്ചി, ഇത് ജനങ്ങളുടെ മേഖലയിലേക്കല്ലേ വരുന്നത്? നിങ്ങൾക്ക് കഴിഞ്ഞ തവണ നമ്മുടെ കൂടെ ഈ ദൗത്യത്തിന്റെ സമയത്ത് ഉണ്ടായിരുന്നല്ലേ? അതെ, ഇപ്പോഴും അതുപോലെ തന്നെയാണ്. ഞങ്ങൾ നല്ലോണം പേടിച്ചിട്ട് തന്നെയാണ് ജീവിച്ചുകൊണ്ട് പോകുന്നത്. കാരണം ഇത് ഏത് നേരത്തെ വരും എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഞങ്ങൾ തറവാട്ടിൻ്റെ ഇവിടെയൊക്കെ വന്നിട്ട് അവിടെയും ആള് 50 മീറ്ററേ ഉള്ളൂ ദേശീയപാതയിലേക്ക്. അപ്പോൾ അത്രയും ഒരു ഡേഞ്ചർ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ അതാണ് എസ്കേൻ പറയുന്നത്. കഞ്ചിക്കോടാണ്, വ്യവസായ മേഖലയാണ്. ദേശീയപാതയുടെ 50 മീറ്റർ പരിസരത്തു വരെ കാട്ടാനെത്തി. പ്രധാനപ്പെട്ട റോഡാണ്. ഇനിയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉണർന്നില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. മനുഷ്യജീവൻ അല്ലെങ്കിൽ ശ്രീജിത്ത് ശ്രീകുമാരാണ് വിവരങ്ങൾ നൽകിയത്.